ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുമ്പോൾ അതിൽ നമ്മൾ എല്ലാ ദിവസവും വിചാരിക്കും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും, ഇന്നൊരു തീരുമാനത്തിലേക്ക് എത്തും എന്നൊരു ധാരണയിലാണ് നമ്മൾ രാവിലെ വാർത്ത തുടങ്ങുന്നത്. പക്ഷേ അമേരിക്ക ഇതിൽ ഇടപെട്ടിട്ട് തീർക്കാൻ ശ്രമിക്കുന്നു, ചൈന തീർക്കാൻ ശ്രമിക്കുന്നു, ഇന്ത്യ തീർക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ പലരുടെയും വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു കഴമ്പില്ല എന്നുള്ളതാണ് ഓരോ ദിവസം അവസാനിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റഷ്യ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്നത്. അതിൽ എത്രത്തോളം കഴമ്പുണ്ട്? അതായത് നമുക്കറിയാവുന്ന പോലെ ഇറാനെ പരോക്ഷ പിന്തുണ കൊടുക്കുന്ന ഒരു വൻ സൈനിക ശക്തിയാണ് റഷ്യ. ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ പണിയുന്ന 2 ആറ്റോമിക് റിയാക്ടർ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് നിർമ്മാണം പുരോഗമിക്കുക. അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിൽ റഷ്യ പിന്തുണയ്ക്കുന്നുണ്ട്. കൂടാതെ വ്ളാഡിമിർ പുടിൻ തന്നെ പറയാറുണ്ട്, ഇറാനിലെ ഒരു വലിയൊരു ജനസമൂഹം റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് ഇപ്പം നമ്മൾ അത്യാവശ്യം ഹിന്ദി പറയുന്നൊരവസ്ഥയുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഇറാനിൽ ഉള്ള ആൾക്കാർ പലരും ഈ റഷ്യൻ ഭാഷ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഒരുപാട് റഷ്യക്കാർ അവിടെ പല മേഖലകളിലായിട്ട് തൊഴിലെടുക്കുന്നുണ്ട്. അപ്പോൾ റഷ്യയും ഇറാനും തമ്മിൽ അത്രയ്ക്ക് ഒരു സൗഹൃദ അന്തരീക്ഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനായിട്ട് റഷ്യ മുമ്പിലുണ്ടാകും. അപ്പോൾ ആ തരത്തിൽ വ്ളാഡിമിർ പുടിൻ തന്നെ ഇപ്പോൾ അവരുടെ എക്കണോമിക് ഫോറം റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ എക്കണോമിക് ഫോറം എന്ന് വലിയൊരു സമ്മേളനമാണ്. ഇപ്പോൾ ഇന്ത്യയുടെ അശ്വിനി വൈഷ്ണവ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സമ്മേളനം നടക്കുന്നത്. അപ്പോൾ അതിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഒരു 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ സാധ്യതയുണ്ടോ എന്ന് പുടിനോട് ചോദിച്ചു. അപ്പോൾ പുടിന് ഇപ്പോൾ അറിയാമല്ലോ, ഉക്രൈനും റഷ്യയുമായിട്ട് ഏതാണ്ട് വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ അതും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഇറാൻ ഇസ്രയേൽ സംഘർഷം, ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് ആണ് ആളുകൾ ചോദ്യം ഉന്നയിക്കുന്നത്. ഇതൊരു വലിയ രീതിയിൽ സംഘർഷം ലോകത്തെമ്പാടും നിലനിൽക്കുന്നു, ഇത് ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ളത്. അപ്പോൾ ഇതിനെ ഒരു മറുപടി എന്ന നിലയിൽ പുടിൻ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ എന്നെ വല്ലാണ്ട് അസ്വസ്ഥമാക്കുന്നുണ്ട്. അപ്പോൾ അയാൾ സ്വന്തമായിട്ട് സമ്മതിക്കുന്നുണ്ട്, തൻ്റെ മൂക്കിൻ്റെ താഴെ ഇങ്ങനൊരു സംഘർഷം നടക്കുന്നു, അതായത് റഷ്യ ഉക്രൈൻ സംഘർഷം നടക്കുന്നു, ഇത് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നു, ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കുക, ആ പരിഹാരം എന്ന് പറയുന്നാൽ സമാധാനപരമായിരിക്കണം എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉക്രൈൻ റഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ചോദ്യമുണ്ടാകും, അവിടെ റഷ്യയുടെ സൈനിക നടപടി തുടരുമോ എന്നുള്ള ചോദ്യങ്ങൾ വന്നു. അപ്പോൾ പുടിൻ മറുപടി നൽകിയത്, മുഴുവൻ ഉക്രൈനും ഞങ്ങളുടെ തന്നെയാണ്. അപ്പോൾ സംഘർഷമൊക്കെ അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോഴും ഉക്രൈനിൽ സൈനിക നടപടി തുടരും എന്നുള്ളൊരു സൂചന തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം 1991 സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഉക്രൈൻ്റെ സർവാധിപത്യത്തെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭരണ സംവിധാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പുടിൻ പറയുന്നു. പക്ഷേ ഇപ്പോൾ റഷ്യൻ സേന ഉക്രൈനിലെ സുമി എന്ന് പറയുന്ന നഗരം കീഴടക്കാനായിട്ടുള്ള സൈനിക നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് തുടരും എന്ന സൂചന തന്നെയാണ് പുടിൻ നൽകിയത്. ഇനി നമ്മുടെ ഈ ഇറാൻ സംഘർഷം, ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ സമാധാന ശ്രമങ്ങൾക്ക് റഷ്യ മുൻകൈ എടുക്കുമെന്നുള്ള ചോദ്യങ്ങൾ വന്നു. അപ്പോൾ പുടിൻ പറഞ്ഞത്, ഈ കാര്യത്തിൽ 3 പേരുമായിട്ടും, അതായത് ഇറാൻ ഭരണാധികാരിയുമായിട്ടും ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടും ഡൊണാൾഡ് ട്രംപുമായിട്ടും ഞാൻ ഈ സംബന്ധിച്ച് ചർച്ചകൾ നടത്തി. ഇറാനും അതേപോലെ തന്നെ ഇസ്രയേലുമായിട്ടും ഏതാണ്ട് ദൈനംദിനം സമ്പർക്കം പുലർത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു പദ്ധതി 3 പേരോടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് റഷ്യ ഒരു പദ്ധതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അംഗീകരിക്കുകയാണെങ്കിൽ അവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകും. പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം വരുന്നു, റഷ്യ ഒരു മധ്യസ്ഥനായിട്ട് നിൽക്കുമോ? അപ്പോൾ പറഞ്ഞ് അതിന് ഇപ്പോൾ തൽക്കാലമില്ല. പക്ഷേ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകാനായിട്ട് റഷ്യ അല്ലെങ്കിൽ പുടിൻ സ്വന്തം നിലയിൽ ഒരു മാർഗരേഖ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അംഗീകരിക്കുകയാണെങ്കിൽ സമാധാന അന്തരീക്ഷം വരും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്കിപ്പോൾ പറയാം, റഷ്യ ഏതെങ്കിലും തരത്തിൽ നേരിട്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വേണ്ട. കാര്യം നേരത്തെ വ്ളാഡിമിർ പുടിൻ ഒരു അഭിപ്രായം പറഞ്ഞു, അതായത് ഈ ഖമനേയിയെ വധിക്കുന്നത് സംബന്ധിച്ച് ഇസ്രയേൽ ഒരു പദ്ധതി തയ്യാറാക്കി എന്നുള്ള വാർത്തകൾ വന്നപ്പോൾ അതിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് പുടിൻ വിമർശിച്ചത്. അങ്ങനെ ഒരു അധികാരം ഒരാളെ സ്ഥാനഭ്രഷ്ടനാക്കുന്ന നടപടികളിലോട് യോജിക്കാനാകില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി എന്തുകൊണ്ട് റഷ്യ നേരിട്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളതിന് ചില കാരണങ്ങൾ കൂടി പറയാം.
അതായത് ഉക്രൈനുമായിട്ട് സംഘർഷങ്ങൾ ഇപ്പോൾ വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്നുണ്ട്. ഇതുമൂലം റഷ്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അവിടെ വലിയ രീതിയിൽ അവർക്ക് പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തന്നെ ഈ സാധനങ്ങളുടെ വില വല്ലാണ്ട് കൂടുന്നു, അവശ്യ സാധനങ്ങളുടെ വില കൂടുന്നു, അവരുടെ സാമ്പത്തിക രംഗം ആകെ താറുമാറാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അവിടെ ഈ എക്കണോമിക് ഫോറം നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ വലിയൊരു യുദ്ധക്കെടുതിയുടെ ഒരു ഭീഷണി അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്ന റഷ്യ ഒരിക്കലും ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഭാഗമാകാൻ ശ്രമിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനി അതിൻ്റെ കാരണങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ സാമ്പത്തിക അവലോകനത്തിൽ റഷ്യയുടെ സെൻട്രൽ ബാങ്ക്, അതായത് നമ്മുടെ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പകരമായി റഷ്യയിലുള്ള സംവിധാനം, അവിടെ പലിശ നിരക്ക് 21% കൂട്ടിയിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ് അത് 20% കുറച്ചത്. ഈ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ കിട്ടുന്ന വായ്പകളുടെ പലിശ നിരക്ക് എത്രയായിരിക്കും? അതിഭീകരമായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ റഷ്യ. മാത്രമല്ല അവർക്ക് ഈ യുദ്ധാവശ്യങ്ങൾക്കാണ് അവിടെ ഇപ്പോൾ പണം ഏറെയും ചിലവാക്കേണ്ടി വരുന്നത്. അതുമൂലം വേറൊരു പ്രശ്നം കൂടി ഉണ്ടായി. അവിടെ ആഭ്യന്തര വിപണിയിൽ വലിയ രീതിയിൽ വിലക്കയറ്റം ഉണ്ടായി. അവശ്യ സാധനങ്ങളുടെ വില വല്ലാണ്ട് വർദ്ധിച്ചു. അവിടെ പണപ്പെരുപ്പം എന്ന് പറഞ്ഞിരുന്നത് 4% അവർ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ. അതായത് 8% മുകളിൽ പണപ്പെരുപ്പമായിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ വ്യാവസായിക വളർച്ച ഏതാണ്ട് 1.4% ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണം ഈ വ്യാവസായിക വളർച്ച എന്ന് പറയുന്നത്, ഈ റഷ്യയിൽ ഒരുപാട് പ്രതിരോധ സാമഗ്രികൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായശാലകളുണ്ട്. അപ്പോൾ ഇത് മൊത്തവും ഈ റഷ്യയുടെ മൊത്തം വ്യവസായങ്ങളുടെ ഭാഗമായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഈ ഈ പറയുന്ന ആയുധ നിർമ്മാണശാലകളിൽ മാത്രമേ കാര്യമായ വ്യവസായവൽക്കരണം അല്ലെങ്കിൽ പുരോഗതിയൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നുള്ളൂ. ബാക്കി മേഖലകളെല്ലാം വലിയ തിരിച്ചടി നേരിടുന്നുണ്ട്. അപ്പോൾ ഈ മൊത്തത്തിൽ നോക്കുമ്പോൾ റഷ്യ സാമ്പത്തികമായി വല്ലാത്ത ഞെരുക്കം അനുഭവപ്പെടുന്നുണ്ട്. പുറമേന്ന് കാണുമ്പോൾ റഷ്യക്ക് എന്താ അതെ, അതായത് റഷ്യ എല്ലാ തരത്തിലും വളരെ സമ്പന്നമായി നിൽക്കുന്ന ഒരു രാഷ്ട്രമെന്നാണ്. പക്ഷേ അവിടുത്തെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഉക്രൈനുമായിട്ടുള്ള സംഘർഷം തുടങ്ങിയിട്ട് 5-6 വർഷമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഞെരുക്കം അവർ അനുഭവിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു സംഗതി കൂടിയുണ്ട്. റഷ്യക്ക് ഇപ്പോൾ ഇറാനിൽ നിന്ന് കഴിഞ്ഞിടയ്ക്ക് അവർ കുറച്ച് ഡ്രോണുകൾ കൊണ്ടുവന്നു, ഷഹീദ് എന്ന് പറഞ്ഞ ഡ്രോണുകൾ. അപ്പോൾ അവർക്ക് സ്വന്തം നിലയിൽ ആയുധങ്ങൾ പോരാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഉക്രൈനെ ആക്രമിച്ചത്. ഷഹീദ് എന്ന് പറയുന്ന ഡ്രോണിൻ്റെ പ്രത്യേകത, അത് ഒറ്റത്തവണ ഷഹീദ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി എന്നാണ് അതിൻ്റെ അർത്ഥം. നേരെ പോവുക, ചെറിയ ഡ്രോണുകളാണ്, നേരെ പോവുക, അവിടെ ചെന്ന് പൊട്ടിത്തെറിക്കുക, തിരിച്ചു വരും. അപ്പോൾ ആ തരത്തിൽ ഇറാനിൽ നിന്ന് ആയുധങ്ങൾ പോലും വാങ്ങിയ ഒരു വമ്പൻ രാഷ്ട്രമാണ്. ഇറാനും റഷ്യയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആയുധങ്ങളുടെ കാര്യത്തിൽ ആനയാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആയുധങ്ങൾ പോലും വാങ്ങുന്ന ഇറാന് വേണ്ടിയിട്ട് റഷ്യ നേരിട്ട് കളത്തിലിറങ്ങാത്ത ഒരു പരിമിതമായ സാഹചര്യം റഷ്യ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇറാന് ചൈനയിൽ നിന്ന് സഹായം കിട്ടില്ല. കാരണം അവർക്ക് അമേരിക്കയെ പേടിയാണ്. അമേരിക്കയായിട്ടുള്ള വ്യാപാര യുദ്ധത്തിൻ്റെ തീക്ഷ്ണത അവർ അനുഭവിച്ചാണ്. അതുകൊണ്ട് ഇനി അവർ നേരിട്ട് കളത്തിലിറങ്ങില്ല. റഷ്യക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അവരുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അതിനനുവദിക്കില്ല. അപ്പോൾ വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ സമാധാന ദൗത്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ഇപ്പോൾ കാര്യമായ പ്രതീക്ഷകളൊന്നും വേണ്ട, അവരും ഇത്തരം ഒരു സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിലേക്ക് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആണവ നിർവ്യാപന കരാറിന് സന്നദ്ധമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്.